രാവണൻ. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തോന്നിയ പോലെയുള്ള ജീവിതം, തന്നിഷ്ടക്കാരി, ധാർഷ്ട്യം നിറഞ്ഞവൾ. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിലൊന്നും ആരും ഇടപെടാറുകൂടിയില്ല. ചെന്നൈയിൽ പോയതിനു ശേഷം മാസത്തിലൊരിക്കൽ മാത്രമാണ് താൻ നാട്ടിലേക്ക് പോലും വരാറുള്ളത്. പോകെ പോകെ ആ വരവ് നിർത്തി. അപ്പോഴും തൻ്റെ സ്വന്തം മകൻ ജിത്തുവിനെ കാണാത്തതിലുള്ള ദുഃഖം എനിക്കുണ്ടായിരുന്നു. എങ്കിലും അപ്പോഴും കമ്പനി അടക്കം എല്ലാം അടക്കി ഭരിക്കാനുള്ള ത്വരയായിരുന്നു മുന്നിട്ട് നിന്ന്. അതുകൊണ്ട് വേഗം പഠനം പൂർത്തിയാക്കിയെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടക്കാണ് കോളേജിലെ സുദേവൻ എന്ന പ്രൊഫസറെ ഞാൻ പരിചയപ്പെടുന്നത്. ക്ലാസ്സിലെല്ലാവരും തമിഴ് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നോട് സോഫ്റ്റ് കോണുണ്ടെന്ന് എനിക്ക് തോന്നി. പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം വീണ്ടും പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന എന്നോട് അദ്ദേഹത്തിന് ഒരു മമതയും ഒപ്പം ഒരു സോഫ്റ്റ് കോണറും ഉണ്ടായിരുന്നു. ആദ്യം സുദേവൻ സാറിനോട് ഒരു ആരാധനയായിരുന്നു തോന്നിയതെങ്കിൽ പിന്നീട് അത് പ്രണയമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല തനിക്ക്. ഉലഹനാനോട് തോന്നുന്നത് വെറും ശരീരത്തിനോടുള്ള പ്രണയമായിരുന്നെങ്കിൽ സുദേവനോട് തോന്നിയത് ശരിക്കും പ്രണയം തന്നെയായിരുന്നു. ഒരു മിണ്ടാപൂസയാണെങ്കിലും ആരെയും ആകർഷിക്കുന്ന ആ ചിരി തന്നെയാണ് തന്നെയും സുദേവനിലേക്ക് ആകർഷിച്ചത് എന്നവർ ഓർത്തെടുത്തു. പക്ഷെ അവിടെയും തന്നെ ദൈവം ചതിച്ചു. താൻ ആത്മാർത്ഥമായി പ്രണയിച്ചവൻ മറ്റൊരുത്തിയുടെ ഭർത്താവാണ്. അതുകൂടാതെ അധികം വൈകാതെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞും കൂടി വന്നു ചേരാൻ കൂടി പോകുന്നതെന്നറിഞ്ഞതും സത്യത്തിൽ ഞാൻ തകർന്നു പോയിരുന്നു. അന്ന് മഹേശ്വരിയുടെ വീട്ടിൽ നിന്ന് വല്ലാത്തൊരു തകർന്ന അവസ്ഥയോടെയാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു അതിഥിയുണ്ടെന്ന് വാർഡൻ പറഞ്ഞ പ്രകാരം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് തന്നെയും കാത്തിരിക്കുന്ന ഉലഹന്നാനെയാണ്. അയാളെ കണ്ട് സത്യത്തിൽ മനസ്സ് കൈവിട്ടുപോയി. ഓടിച്ചെന്ന നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. തൻ്റെ കരച്ചിൽ കണ്ടതും ഉലഹന്നാൻ വാർഡനോട് പെർമിഷൻ വാങ്ങി. എന്നെയും കൊണ്ട് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു പിന്നീടുള്ള കണ്ടുമുട്ടലും ഒത്തുചേരലും. അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. പക്ഷേ അപ്പോഴും സുദേവമാഷി എന്ന ചിന്ത എന്നെ വല്ലാതെ പിടിമുറുക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ അയാളോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും സുദേവമാഷിനെ എനിക്ക് കിട്ടണം. പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ മഹേശ്വരിക്ക് പകരം എൻ്റെ സുദേവമാഷിനെ എനിക്ക് കൊല്ലേണ്ടി വന്നു. ആ മഹേശ്വരിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് അവിടെ കുഞ്ഞിനെ എൻ്റെ മോളായി ഞാൻ ഏറ്റെടുത്തത് പോലും. 1.5 വർഷത്തോളമായി തറവാട്ടിലേക്ക് വരാത്ത ഞാൻ ഒരു ദിവസം ഒരു കൈക്കുഞ്ഞുമായി കയറി വന്നു. ഇത് തൻ്റെ കുഞ്ഞാണെന്നും വസിഷ്ഠയിലെ സുദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ് ഞാനെന്നും ആരോടും പറയാതെയാണ് വിവാഹം കഴിച്ചെന്നൊരു കള്ളം പറഞ്ഞതും അവരെല്ലാവരും അത് വിശ്വസിച്ചു. തോന്നിയ പോലെയുള്ള തൻ്റെ ജീവിതം തന്നെയായിരുന്നു അതിന് കാരണവും. ദേവയാണിമംഗലത്ത് കൊല്ലാകുല ചെയ്യുമ്പോഴും സുദേവമാഷയെ തനിക്ക് കിട്ടാത്തുള്ള ദേഷ്യം അവളിൽ തീർക്കുമ്പോഴുമെല്ലാം താൻ ആത്മസംതൃപ്തി നേടി അതിലൂടെ. ഇതിനിടയിൽ എപ്പോഴും ഉലഹനാനുമായിട്ടുള്ള ബന്ധം താൻ വിട്ടുപോയിരുന്നു. തങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം സമൂഹത്തിനിടയിൽ ഞാനിപ്പോൾ ഒരു വിധവയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അയാളിൽ നിന്ന് പതിയാകുന്നു. ഒപ്പം ബിസിനസ് കൂടി നോക്കാൻ തുടങ്ങിയതോടെ സത്യത്തിൽ എൻ്റെ ഓർമ്മകളിൽ നിന്ന് മറഞ്ഞുപോയിരുന്നു ഉലഹനാൻ എന്ന വ്യക്തി. പിന്നീടുള്ള എൻ്റെ സമയം ഞാൻ ജിത്തുമൊത്ത് ചെലവഴിക്കാൻ തുടങ്ങി. അവനായി എൻ്റെ ലോകം. പക്ഷേ എന്നാൽ ഇന്ന് എൻ്റെ കുഞ്ഞൊരു പിടി ചാരമായി എൻ്റെ കൺമുമ്പിൽ. ഒരു നിമിഷം സ്ത്രീകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിന് പകരം ചുടുരക്തമാണ് ഒഴുകിയിറങ്ങുന്നതെന്ന് പോലും സംശയം തോന്നി കണ്ടു നിൽക്കുന്നവർക്ക്. ഇല്ല, വീടില്ല മഹേന്ദ്ര. നിന്നെയും വസിഷ്ഠയിലെ ഓരോരുത്തരെയും, ഒപ്പം മഹേശ്വരി, ദേവ, ഒന്നിനെയും വെറുതെ വിടില്ല. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് പിരിച്ച നിന്നെയൊക്കെ എന്ത് ചതിപ്രയോഗം നടത്തിയിട്ടാണെങ്കിലും ഞാൻ കൊന്നിരിക്കും. പകയോടെ സ്ത്രീകളെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. വസിഷ്ഠയിലെ ഓഫീസിൽ തൻ്റെ ക്യാബിലിരുന്നോണ്ട് വർക്ക് ചെയ്യുകയാണ് മഹേന്ദ്രൻ. ഈ സമയമാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് സ്ത്രീകൾ അകത്തേക്ക് കയറി വന്ന്. അനുവാദം ചോദിക്കാതെ അകത്തേക്ക് തള്ളിക്കയറി വരുന്ന ആരാണെന്ന് നോക്കാൻ വേണ്ടി അല്പം ദേഷ്യത്തോടെ മുന്നോട്ട് നോക്കിയ മഹേന്ദ്രന്റെ കണ്ണുകൾ സ്ത്രീകളെ കണ്ടതും വന്യമായി ഒന്ന് തിളങ്ങി. അവനവരെ നോക്കി കാണുകയായിരുന്നു. സാധാരണ പട്ടിലും സ്വർണത്തിലും പൊതിഞ്ഞ് മേക്കപ്പ് മുഖത്തടിച്ച് വല്ലാത്തൊരു ആഢ്യത്വത്തോടെ കണ്ടിരുന്ന സ്ത്രീകളുടെ ഒരു നിഴൽ രൂപം മാത്രമാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് മഹേന്ദ്രന് തോന്നി. പക്ഷേ അവരുടെ കണ്ണിലെരിയുന്ന പക അതിവ്യക്തമായി തന്നെ മഹേന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ മേശയുടെ മേലേക്ക് ഇട്ടുകൊണ്ട് ചെയറിൽ ചാഞ്ഞിരുന്നുകൊണ്ട് മഹേന്ദ്രൻ സ്ത്രീകളെ തന്നെ കാലിമേക്കാൽ കയറ്റിവെച്ച് നോക്കിയിരുന്നു. ഒരു നിമിഷം സ്ത്രീകളെ മഹേന്ദ്രന്റെ മുഖത്ത് കാണുന്ന വിജയശ്ശേരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ മേശയുടെ മേൽ കൈകൾ ഊന്നി കുറച്ചുകൂടി മുമ്പോട്ടേക്ക് ആഞ്ഞുകൊണ്ട് അവനോട് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ തൊട്ടുകളിച്ച എൻ്റെ ജീവനെയാ. അതിന് ഞാൻ നിനക്ക് തിരിച്ചൊരു മറുപടി നൽകിയില്ലെങ്കിൽ ഞാൻ അണിമംഗലത്തെ സ്ത്രീകളെ ആയിരിക്കില്ല. അവനെ നോക്കി അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയ സ്ത്രീകളെ പുറകിൽ നിന്ന് മഹേന്ദ്രൻ വിളിച്ചു. ഒരു നിമിഷം ഒന്ന് നിൽക്കണം. അങ്ങനെ നിങ്ങൾ മാത്രം ഡയലോഗ് അടിച്ച് പോയാൽ മതിയാവില്ലല്ലോ. എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണ്ടേ? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞ്? നിങ്ങളുടെ ചത്തുപോയ ഏട്ടൻ്റെ മകൻ ജിത്തുവിനെ അങ്ങ് പരലോകത്തേക്ക് അയച്ചതിന്
നിങ്ങൾ എനിക്ക് മറുപടി നൽകുന്നു. അതിന് നിങ്ങൾ ഇനി ജീവിച്ചിരുന്നാലല്ലേ? ഒരു നിമിഷം മഹേന്ദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞതും കത്തുന്ന കണ്ണുകളോടെ ശ്രീകല അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് സ്ത്രീകളെ ശരിക്കും അറിയില്ല മഹേന്ദ്ര. നീ വിചാരിക്കുന്നതിലപ്പുറം ഈ ഞാൻ. നീ എന്നെ ഒരു സാധാരണ പെണ്ണായി കാണേണ്ട. കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും നിന്റെ അമ്മായിയമ്മ, അതായത് മഹേശ്വരി തമ്പുരാട്ടിക്ക് ശരിക്കും അറിയാവുന്നതാ. മുറുകിയ മുഖത്തോടെ സ്ത്രീകളെ മഹേന്ദ്രനെ നോക്കി അത്രയും പറഞ്ഞതും മഹേന്ദ്രൻ അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടോ തന്നെ കളിയാക്കിയുള്ള മഹേന്ദ്രനെ ചിരി കാണുമ്പോൾ സ്ത്രീകളൊക്കെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. അവർ കത്തുന്ന കണ്ണുകളോടെ മഹേന്ദ്രനെ നോക്കിയതും അവൻ ചിരി നിർത്തിക്കൊണ്ട് ഗൗരവത്തോടെ അവരുടെ അടുത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾക്കും ശരിക്കും അറിയില്ല സ്ത്രീകളെ. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഈ ഞാൻ. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ തകർച്ചയുടെ നാളുകളാ. കൂട്ടിന് നിങ്ങൾക്കെപ്പോഴും രക്ഷകനായ ഒരുവൻ ഉണ്ടാവില്ലേ? അവനെയും അങ്ങ് കൂട്ടിക്കോ. രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ പരലോകത്തേക്ക് അയക്കുന്നതായിരിക്കും. ഒരു നിമിഷം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അത്രയും നേരം വീറോടെ നിന്നിരുന്ന സ്ത്രീകളുടെ മുഖത്തെ പതർച്ച മഹേന്ദ്രൻ ശരിക്കും മനസ്സിലാക്കിയെടുത്തു. ഒരു നിമിഷം ഉലഹന്നാന്റെ മുഖം സ്ത്രീകളുടെ മനസ്സിലൂടെ കടന്നുപോയതും അവരുടെ മുഖമാകെ വിയർപ്പേണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി. ഇത്രയും കാലം താൻ കാത്തു സൂക്ഷിച്ച രഹസ്യങ്ങളിൽ വല്ലതും മഹേന്ദ്രൻ അറിഞ്ഞുപോയി എന്നുള്ളൊരു ഭയം അവരുടെ മുഖത്ത് ആ സമയം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്തി തോൽപ്പിക്കാന്നൊന്നും കരുതണ്ട. ഞാൻ കാണിച്ചു തരാം നിനക്ക്. അല്പം പതർച്ചയോടെ മഹേന്ദ്രനോട് അത്രയും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ പോകുന്നത് നോക്കുന്ന മഹേന്ദ്രന്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിടരുന്നുണ്ടായിരുന്ന സമയം വസിഷ്ഠ മാൻഷനിൽ തന്നെ മുറിയിലിരുന്ന് എന്തോ ഫയൽ നോക്കിയാണ് മഹേശ്വരി. ഈ സമയമാണ് ദേവ അവരുടെ മുറിയിലേക്ക് കയറി വന്നത്. അമ്മേ, അവളുടെ വിളി കേട്ടതും മഹേശ്വരി ഫയലിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കി. ജിത്തു ദേവയെ ഉപദ്രവിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയതും അതിൽ മഹേന്ദ്രൻ ജിത്തുവിനെ കൊന്നുകളഞ്ഞില്ല മഹേന്ദ്രൻ വഴി തന്നെ മഹേശ്വരി അറിഞ്ഞിരുന്നു. ജിത്തുവിന്റെ മരണം സ്ത്രീകളെ നന്നായി പിടിച്ചുലച്ചിട്ടുണ്ടാവുമെന്നും അതുമൂലം സ്ത്രീകളുടെ പത്തിയൽപ്പം താണു കാണുമെന്നും മഹേശ്വരി ഓർത്തെടുത്തു. അമ്മേ, താൻ മുമ്പിൽ വന്ന് നിന്നിട്ട് തന്നെ നോക്കി നിൽക്കുകയല്ലാതെ മറുപടിയൊന്നും പറയുന്നില്ല മഹേശ്വരി എന്ന് കണ്ടതും വീണ്ടും ദേവ അവരെ വിളിച്ചു. എന്താടാ കണ്ണ? വാത്സല്യത്തോടെയുള്ള മഹേശ്വരിയുടെ വിളി കേട്ടതും ദേവ അവരുടെ അരികിലേക്ക് ചെന്ന് ബെഡിലായിരുന്നു അവരുടെ മടിയിലേക്ക് തന്റെ തല ചേർത്ത് വെച്ചു. മഹേശ്വരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ബെഡിന്റെ അരികിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ അമ്മയുടെ കുട്ടിക്കൊരു മൂടൗട്ട്? അന്നത്തെ പ്രശ്നമാണെങ്കിൽ അത് നീ മറന്നു കളഞ്ഞേക്ക്. എന്തായാലും ചിത്തു എന്ന് പറയുന്ന അധ്യായം എന്നേക്കുമായി അടഞ്ഞില്ലേ? പിന്നെ എന്തിനാ അമ്മയുടെ കുട്ടി ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നേ? മഹേശ്വരി അങ്ങനെ ചോദിച്ചു. ദേവ അവരുടെ മുഖത്തേക്ക് നോക്കി മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അറിയില്ല അമ്മേ, എന്തോ മനസ്സാകെ ഒരു അസ്വസ്ഥത, സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ വരാൻ പോകുന്ന പോലെ. അമ്മക്കറിയോ, ഞാൻ ഏട്ടനെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചിട്ട് പോലുമില്ല. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ വന്നുകൊണ്ടേയിരിക്കും. ഞാനൊന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് എത്ര കാലമായിന്ന് അമ്മയ്ക്ക് അറിയോ? ഒന്നുകിൽ ആ സ്ത്രീകളെന്ന് പറയുന്നവർ, അതല്ലെങ്കിൽ ആ ജിത്തു. തനിക്ക് ചുറ്റി എപ്പോഴും അവരുടെ കഴുകൻ കണ്ണുകളുണ്ടെന്നറിയാം. ആ ഭയത്തിനിടയിൽ ഞാൻ എൻ്റെ ദേവേട്ടനോടൊപ്പമുള്ള നല്ല നല്ല സമയങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അമ്മയ്ക്കറിയോ, ദേവേട്ടനോട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ദേവേട്ടൻ വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഇന്നലെ സമയം ഉണ്ടാവാറില്ല. പക്ഷേ ഒന്നറിയാം, ആ മനസ്സ് മുഴുവൻ ഈ ഞാനാണ്, ഞാൻ മാത്രം. ഒരു നിമിഷം മഹേശ്വരി നോക്കി കാണുകയായിരുന്നു തൻ്റെ മകളെ. ശരിയാണ് ദേവ പറഞ്ഞു. താനിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയോട് തന്നെ അവളെ ചേർത്തിരുത്തി മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല. മഹേന്ദ്രൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. ബിസിനസ്സും തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നിരീക്ഷിക്കാൻ തിരക്കിലാണ് അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തങ്ങളറിയാതെ തങ്ങൾക്ക് ചുറ്റൊരു സുരക്ഷാ കവചം അവൻ ഏർപ്പാടാക്കിയ കാര്യം മഹേശ്വരിക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചതിന് ശേഷം മഹേശ്വരി ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, അമ്മ മഹേന്ദ്രനോട് പറയാം എവിടേക്കെങ്കിലും മോളെയും കൊണ്ടൊരു ടൂറ് പോവാൻ. അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മഹേശ്വരി അങ്ങനെ പറഞ്ഞു. ദേവന്ന് ഞെട്ടി. അയ്യോ അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? എനിക്കറിയാം ദേവേൻ്റെ തിരക്കുകൾ എത്രമാത്രമാണെന്ന്. ഈ ലോകത്ത് ദേവേട്ടനോട് എന്നെ പ്രണയിക്കാൻ ആർക്കും സാധിക്കില്ല. ഞാൻ വളരെ ഭാഗ്യവതിയാണ് അദ്ദേഹത്തെ പോലെ ഒരു ഭർത്താവിനെ ലഭിച്ചത്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഈ ശത്രുക്കളും ഇവരെല്ലാവരും നമ്മളെ താർക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ ജീവിതം അത് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അല്ലാതെ അമ്മ കരുതുന്ന പോലെ ഒന്നല്ല കേട്ടോ. അത്രയും പറഞ്ഞ ദേവ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ 10 മണിയായോ? എന്നാ കിടക്കട്ടെ, ദേവേട്ടൻ വരാൻ നേരം വൈകുന്നാ പറഞ്ഞ്. അമ്മ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ.
മഹേശ്വരി എന്തോ ആലോചിച്ചുകൊണ്ട് ദേവയോട് അത്രയും പറഞ്ഞു. പക്ഷേ ദേവ അവരുടെ കവിളിൽ ചുംബനം നൽകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം ദേവ പോകുന്നത് നോക്കിയെന്നുകൊണ്ട് മഹേശ്വരി ആലോചിക്കുകയായിരുന്നു. അതെ, മോള് പറഞ്ഞ് ശരിയാ. എല്ലാ ശത്രുക്കളും തൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുക. എൻ്റെ കുഞ്ഞിന് സ്വസ്ഥമായ ജീവിതം വേണമെങ്കിൽ ആ സ്ത്രീകളെ തകർത്ത് കളയണം. എൻ്റെ സുദേവേണ്ണ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. നിനക്കുള്ള ശിക്ഷ ഞാൻ അല്പം നീക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇന്നെൻ്റെ മോള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അതിനിപ്പോൾ തടസ്സമായി നിൽക്കുന്ന സ്ത്രീകളെയാണെങ്കിൽ അവളെ വെട്ടി വീഴ്ത്തിയിരിക്കുകയും മഹേശ്വരി. സ്ത്രീകളുടെ മുഖം ഓർമ്മയിലേക്ക് വന്നു. മഹേശ്വരിയുടെ മുഖം വല്ലാതെ ദേഷ്യത്താൽ മുറുകുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് കയറി വന്ന ദേവ കാണുന്നത് ബാത്റൂമിൽ നിന്നും ഫ്രഷായി ടവൽ കൊണ്ട് തല തൂർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്ന മഹേന്ദ്രനെയാണ്. ദേവേട്ട, ഇത്ര വേഗം എത്തിയോ? ലേറ്റായിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് മുറിയുടെ വാതിൽ ചേർത്തടച്ചു ദേവ. പിന്തിരിഞ്ഞു നോക്കിയ ദേവ കാണുന്നത് തൻ്റെ തൊട്ടു മുമ്പിലായി നിൽക്കുന്ന മഹേന്ദ്രനെയാണ്. കുളിച്ച് വെറും ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻ്റാണ് അവൻ ധരിച്ചിരിക്കുന്നത്. കുളിച്ചു വന്നുകൊണ്ട് തന്നെ അവൻ്റെ മുടിയിൽ നിന്നും ജലഗണങ്ങൾ അവൻ്റെ ഉറച്ച ശരീരത്തിലേക്ക് തെന്നി വീഴുന്നുണ്ട്. ഒരു നിമിഷം ദേവ എല്ലാം മറന്നുകൊണ്ട് മഹേന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അതേസമയം തന്നെ അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത്രയും നേരം മഹേന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നിരുന്ന ദേവ പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിലൊന്ന് ഞെട്ടിപ്പോയി. സ്വഭാവത്തിലേക്ക് വന്ന പോലെ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു, ആട്ടെങ്കി നിന്നെ ദേവേട്ട, നോക്കി തലയിൽ നിന്നുള്ള വെള്ളം ഇറ്റി വീഴുന്നു. ഇവിടെ വന്നിരുന്നേ, ഞാൻ തല തോർത്തി തരാം. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡിലായി ഇരുത്തിക്കൊണ്ട് അവൻ കഴുത്തിലൂടെ ഇട്ടിരുന്ന ടവലെടുത്ത് അവൻ്റെ തലമുടി നന്നായി തുവർത്തി കൊടുക്കാൻ തുടങ്ങി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലയും താഴ്ത്തി ഒന്നും മിണ്ടാതെ അവൻ കുമ്പിട്ടിരുന്നു. അവൻ പിന്നീട് അവളുടെ അരക്കെട്ടിലൂടെ തൻ്റെ കൈകൾ ചേർത്ത് വെച്ച് തൻ്റെ തല അവളുടെ വയറിന്മേൽ അമർത്തി വെച്ച് അല്പസമയം കണ്ണുകൾ അടച്ച് നിന്നുപോയി. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദേവയാകെ ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നു. ആ കഴിഞ്ഞു, ഇനി വിട്ടേ, എനിക്ക് ഉറക്കം വരണു. ദേവ തൻ്റെ ഇടുപ്പിൽ വെച്ചിരുന്ന മഹേന്ദ്രൻ്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും പെട്ടെന്നാണ് അവൻ അവളെ പിടിച്ച് ബെഡിലേക്കിട്ട് അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്നത്. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ദേവ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ കണ്ണുകളുയർത്തി മഹേന്ദ്രനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്ന വശ്യത കണ്ട ദേവയുടെ ശരീരമൊന്ന് വിറച്ചു. ദേവേട്ടാ, ദേവേട്ടാ. വിറച്ചുകൊണ്ടുള്ള ദേവയുടെ വിളിയിൽ മഹേന്ദ്രൻ ദേവയുടെ ഉള്ള റോസ് ചുണ്ടുകളിലേക്ക് നോയിക്കൊണ്ട് പതിയെ ഒന്ന് മൂളി. അവൻ്റെ മുഖം അവളുടെ ശരീരത്തിലൂടെ ഓടി നടക്കുകയായിരുന്നു. ആ സമയം ഒരു സാറ്റിൻ സിൽക്ക് നൈറ്റ് ഡ്രസ്സാണ് അവളുടെ വേഷം. ഒന്നും പറയാതെ തന്നെ മഹേന്ദ്രൻ ദേവയുടെ ശരീരത്തിൽ നിന്ന് ആ നൈറ്റ് ഡ്രസ്സിൻ്റെ ഓവർകോട്ട് വലിച്ചൂരി പുറത്തേക്കെറിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സ്ലീവ്ലെസ് ന്യൂഡിൽ സ്ട്രാപ്പിൻ്റെ ഒരു കുഞ്ഞു മുട്ടുവരെയുള്ള നൈറ്റ് ഡ്രസ്സാണ് അവളിലുള്ളത്. ഒരു നിമിഷം മഹേന്ദ്രൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഓടി അലഞ്ഞു. വിറച്ചുകൊണ്ട് ദേവ അവൻ്റെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ പേര് വിളിക്കാൻ ഒരുങ്ങിയ അതേ സമയം തന്നെയാണ് അവളുടെ മാറിടിക്കിലേക്ക് മഹേന്ദ്രൻ തൻ്റെ മുഖം പൂഴ്ത്തി വെച്ചത്. മഹേന്ദ്രൻ്റെ മുഖം ദേവയുടെ മാറിലേക്ക് പതിഞ്ഞതും ദേവ വല്ലാതെ വിറച്ചുപോയി. അവൾ അവൻ്റെ ശരീരത്തിനടിയിൽ കിടന്ന് ഉയർന്നു പോകാൻ ശ്രമിച്ചതും മഹേന്ദ്രൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ദേവയുടെ ശരീരത്തിലേക്ക് അമർത്തി വെച്ചു. ഒരു നിമിഷം ഇരു ശരീരങ്ങൾ ഒന്നു ചേർന്നു. ദേവയിൽ നിന്ന് അവൾ പോലും അറിയാതെ ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. ഈ സമയമെല്ലാം മഹേന്ദ്രൻ്റെ കണ്ണുകൾ വശ്യമായ തൻ്റെ ഭദ്രയുടെ മുഖമാകെ അലയുകയായിരുന്നു. അവളുടെ ഇള റോസ് ചുണ്ടുകളും ചുവന്ന തുടുത്ത കവിളുകളും അവൻ്റെ ശരീരത്തിലെ രക്തം ചൂട് പിടിക്കാൻ ഉതകുന്നവയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.